ഞങ്ങളുടെ അതൊക്കെയുമായിട്ടുള്ള ബന്ധം പത്താങ്കല്ല് കനാൽപ്പാലത്തിൻ്റെ അവിടെ കുഞ്ഞാമപ്പിളുടെ ഇപ്പം ആദനവിടെ ഇരിക്കുന്നുണ്ട്. ആ ചായക്കടയിൽ നിന്നാണ് ഞങ്ങളുടെ കുട്ടികളെ ഇപ്പോൾ വായനയാണ് ലഹരി അല്ലെങ്കിൽ കളിയാണ് ലഹരി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ക്യാപ്ഷൻ വരുമ്പോൾ അതൊക്കെ അന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. പാർലിക്കാട് വായനശാല ഞങ്ങളതിനൊക്കെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി ആ വായനശാലയിൽ കയറ്റിയിരുത്തി അന്ന് പാർലിക്കാട് കൊച്ചുറാമിൻ്റെ തട്ടിൻ്റെ മുകളിൽ വാടകയ്ക്ക് ഉള്ള ആ വായനശാലയിൽ കൂടിയാണ് നേരത്തെ ഓരോരുത്തരും പറഞ്ഞ പോലെ എന്നെയൊക്കെ ഈ മേഖലയിൽ എത്തിക്കുന്നതിന് വേണ്ടി എനിക്ക് കിട്ടിയിട്ടുള്ള ഊർജ്ജം അതൊക്കെ അങ്ങനെയാണ്. വടക്കാഞ്ചേരി നഗരസഭ ഈ വരുന്ന 29-ാം തീയതി നമ്മുടെ യൂത്തും അതുമാതിരി കുട്ടികളും എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു മനുഷ്യചങ്ങല തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് മനുഷ്യചങ്ങലോട് മാത്രം തീരുമല്ല, 41 ഡിവിഷനകത്തും ജാഗ്രതാ സമിതികൾ ഒന്നും കൂടി ശക്തിയാക്കിക്കൊണ്ട് നമുക്ക് അതിനെ ഈ ലഹരി എന്ന് പറയുന്ന ഈ വിപത്തിനെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്തതിന് വേണ്ടി ഈ അദ്വക്കയുടെ അനുസ്മരണ ദിനത്തിൽ നമുക്ക് കഴിയേണ്ടതുണ്ടെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് 4ാമത് അനുസ്മരണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഒത്തിരി പങ്കുചേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ നമ്മളോട് പ്രഭാഷണം ചെയ്തതിന് വേണ്ടിയുള്ള ടി രാജേഷിനെ വളരെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ സാധാരണ ലൈബ്രറികൾ, ഞാനും ഒരു ലൈബ്രറിയുടെ മെമ്പറാണ്, എക്സിക്യൂട്ടീവിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ ഒരു ലൈബ്രറികളിലൊക്കെ സാധാരണ നമ്മൾ അനുസ്മരണം നടത്തുന്നത് ഏതെങ്കിലും സാഹിത്യകാരന്മാരുടെ ഓർമ്മ ദിനങ്ങളിലോ മുൻപത്തെ ഭരണാധികാരികളിലോ മറ്റുള്ള മഹത് വ്യക്തികളുടെ ഓർമ്മ ദിനങ്ങളിലൊക്കെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ തന്നെ സജീവമായി പൊതുരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാൾക്ക് ഒരു അനുസ്മരണ വേദി ഒരുക്കുക, അത് തന്നെ വ്യത്യസ്ത തലങ്ങളിലുള്ള പരിപാടിയായിരുന്നു. നേരത്തെ പറഞ്ഞ് നമ്മൾ സാധാരണ ഒരു ചെറിയ പ്രോഗ്രാമിലൊക്കെ ഒതുക്കാതെ ഇത്തരം ഫുട്ബോൾ ടൂർണമെൻറ്റുകളോ അല്ലെങ്കിൽ ഗ്രന്ഥശാലയിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എത്രമാത്രം പ്രാധാന്യം ആ വ്യക്തിക്ക് ഈ സമൂഹം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ നാട്ടുകാർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു തീരാ നഷ്ടം തന്നെ ആയിരിക്കും ഈ നാടിന് അദ്ദേഹം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളെ നമുക്കറിയാം, പക്ഷെ അതെല്ലാവരും അവരുടെ പ്രവർത്തന ശൈലി വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും പാർട്ടിയുടെ അനുഭാവികളായി നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്കെന്താ പറയുക, സമൂഹത്തിൽ നടക്കുന്ന എല്ലാവിധ തിന്മകളോടും പോരടിക്കാനും, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഗോർമാഫിയാണെങ്കിലും നമ്മുടെ പ്രകൃതിയെ തകർക്കുന്നുള്ള വിവിധ മേഖലകളിലുള്ള എന്ത് വിധ്വംസക പ്രവർത്തനങ്ങളാണെങ്കിലും അത്തരം കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ പ്രതിച്ഛായയോ അല്ലെങ്കിൽ അതിൻ്റെ മേലുള്ള സാമ്പത്തിക ലാഭമോ മറ്റൊന്നും ശ്രദ്ധിക്കാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ടാണ് നമുക്ക് വളരെ സുഖകരമായിട്ട് ഈ രീതിയിൽ ജീവിച്ചു പോകാൻ സാധിക്കുന്നത്. പണിക്ക് കാലത്ത് പോവാൻ നിൽക്കുന്ന ഒരാൾക്ക് പണിക്ക് പോകുന്ന സമയത്ത് തന്നെ ഈ സാധനം കിട്ടാനുള്ളൊരു ചാൻസ് ഉള്ളപ്പോൾ അയാൾ അതിലേക്ക് പോകും. ഞാൻ പറഞ്ഞത് നമ്മളുടെ വിഷയം ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഡ്രഗ്സിലേക്ക് പോകുന്ന കുട്ടികൾ അതിലേക്ക് എത്താനുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്തരം ആളുകളെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം, അത് നമ്മൾ കൂട്ടമായിട്ട് ചർച്ച ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നത് ഞാൻ പറഞ്ഞ പോലെ നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് അവർക്കെതിരെ നടപടി എടുക്കുക, അതിനനുസരിച്ച് അവരുടെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പം ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞാൽ കേൾക്കാത്ത കാര്യം അല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റാത്തൊരു കാര്യം ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന നമ്മൾ സാമൂഹ്യമായിട്ടുള്ള പല ഇടപെടുന്ന ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനുള്ള സാധ്യത, ഞാൻ ചെറിയ രീതിയിലാണ് പറയുന്നത്, സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ, ഏതെങ്കിലും തരത്തിലുള്ള കുട്ടികൾ, ഞാനത് പറയാൻ കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ ഡ്രഗ്സിൻ്റെ വിഷയമൊക്കെ നമുക്കിങ്ങനെ കാര്യമായിട്ട് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ പറയാം, പിടിച്ച കേസുകളുടെ എണ്ണം പറയാം. പക്ഷെ അതിനേക്കാൾ ഉപരി ഞങ്ങൾ പിടിക്കുന്ന കുട്ടികളിൽ ചില കുട്ടികൾ ഇതിൽ എത്തപ്പെടാനുള്ള സാഹചര്യം നേരിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഏരിയയിൽ നമ്മുടെ ഏതെങ്കിലും മക്കൾ വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് ഉടനടി ഒരു പരിഹാരം നമുക്കുണ്ടാക്കാനായിട്ട് സാധിക്കണം. അവരിനി നാളെ വലിയൊരു ക്രൈമിലേക്ക് എത്തപ്പെട്ടിട്ട് അവൻ്റെ അച്ഛൻ ഇങ്ങനെ വെള്ളടിച്ച് നടക്കുന്ന ആളല്ല ഉണ്ടായിരുന്നത്, അവനിങ്ങനെ ആയാലും അത്ഭുതമില്ല എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് എന്താണ് ആ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെറിയ ശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ചിലപ്പോൾ ആ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. മനസ്സിലായില്ലേ? പലപ്പോഴും ഈ കുട്ടികളുടെ ഉള്ളിലുള്ള ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ട്. ഇൻഫീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരുതരം അപകർഷതാബോധം, ഞാൻ മോശക്കാരനാണ്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, ഇനിയിപ്പോൾ ഒരു കലാപരമായിട്ട് എന്തെങ്കിലും സ്റ്റേജിൽ ചെയ്യണമെങ്കിൽ അതിനുള്ള കഴിവില്ല, സ്പോർട്സിനാണെങ്കിൽ ഞാനൊരു ഇതില്ല, വീട്ടിലെ സാഹചര്യങ്ങളാണെങ്കിൽ ഇങ്ങനെ, അപ്പം ഞാനൊരു പോരാത്തവനാണെന്ന് ഇവനോട് തന്നെ ഇങ്ങനെ
പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ കവർ ചെയ്യാൻ ഇവൻ ചെയ്യുന്ന പരിപാടി എന്താണ്? ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക, ഇതിനൊക്കെ കവർ ചെയ്ത് നന്നായി പഠിക്കണമെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, വേണ്ടേ? ഇനിയിപ്പോൾ അവനൊരു സുപ്രഭാതത്തിൽ വിചാരിക്കണം ഞാൻ പഠിക്കാൻ മോശമാണ്, ഗ്രൗണ്ടിൽ ഡെയിലി പോയിട്ട് ഓടിയിട്ട് കുറച്ച് ഫിറ്റ്നസ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒരു സ്പോർട്സ്മാൻ എന്നുള്ള എനിക്ക് അറിയപ്പെടണം, അതിനും കുറച്ച് കഷ്ടപ്പാടുണ്ട്. വേണ്ട, ലൈബ്രറിയിൽ പോയിട്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് ഒരു വേദിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എനിക്ക് എത്തണം, അതിനും കഷ്ടപ്പാടുണ്ട്. അപ്പോഴാണ് ഇവൻ ഈ ഷോർട്ട് കട്ട് നോക്കുന്നത്. എന്താണ്? ഏതെങ്കിലും മലയുടെ മുകളിൽ പോയി, കുന്നിൻ്റെ മുകളിൽ പോയി, ഒഴിഞ്ഞ സ്ഥലത്ത് പോയി, ഞാൻ നേരത്തെ പറഞ്ഞ ടീംസിൻ്റെ ഒപ്പം ഒരു സിഗരറ്റൊക്കെ വലിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് ഞാൻ മറ്റുള്ള കുട്ടികളുടെ പോലെയല്ല, കുറച്ചുകൂടി ധൈര്യമുള്ള ആളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ എന്നെ പോലത്തെ കുട്ടികൾക്കേ പറ്റൂ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു തമാശയ്ക്ക് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള തോന്നലിൻ്റെ പേരിൽ തുടങ്ങിയ കുട്ടികളെയാണ് നമ്മളിപ്പോൾ 100 കിലോ 50 കിലോ അല്ലെങ്കിൽ 5 ഗ്രാം 10 ഗ്രാമൊക്കെ ആയിട്ട് പിടിച്ചിട്ടുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്ന കുന്നംകുളത്താണ്. കുന്നംകുളത്ത് വരെ 4 കുട്ടികളെ ഒരുമിച്ചൊരു സ്ഥലത്തുനിന്ന് കഞ്ചാവ് വലിക്കുന്ന സ്ഥലത്തുനിന്ന് പിടിച്ചു, ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അതൊരു സ്മോൾ ക്വാണ്ടിറ്റി കേസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അന്നത്തെ ദിവസം തന്നെ ജാമ്യം കിട്ടി. അപ്പോൾ അതിലൊരു പയ്യൻ പറഞ്ഞു, സാറേ ഇത് ഞങ്ങൾ അത്ര വലിയ പ്രശ്നക്കാരല്ല, ഞങ്ങളിത് വലിച്ച് ആരെങ്കിലും ഉപദ്രവിക്കുന്നത് സാറ് കണ്ടിട്ടുണ്ടോ? ശരിയാണ്, നമ്മൾ അന്വേഷിച്ചപ്പോൾ നാട്ടിൽ അത്ര ഒരു വയലൻ്റ് മോഡലുള്ള ആളുകളൊന്നുമല്ല. പിന്നെ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനമല്ലേ സാറേ, പ്രകൃതിയിലുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അതിനെ നോർമലൈസ് ചെയ്യുന്ന തരത്തിലൊരു സംസാരമാണ് അവരുടെ ഭാഗത്തുണ്ടായത്. കൃത്യം 1.5 വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ വടക്കാഞ്ചേരി റേഞ്ചിലെത്തിയപ്പോൾ പത്രത്തിലൊരു വാർത്ത കാണാൻ, ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ആയിട്ടുള്ള MDMA കൊണ്ടുവന്ന കേസിൽ അതിലൊരു കുട്ടി പ്രതിയായി. 1.5 വർഷം കൊണ്ടുണ്ടായ മാറ്റം ഞാൻ പറയാം. ആ ടീം തന്നെ അന്ന് ആ വിമാനത്തിൽ വരുന്നതിൻ്റെ ഒപ്പം തന്നെ കൊറിയറിലും അവരൊരു 100 ഗ്രാമിൻ്റെ മുകളിലേക്ക് സാധനം നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. കൊറിയർ പിടിച്ചതിന് ശേഷമാണ് ഇതാരാണ് അയച്ചതെന്നൊക്കെ ഫോൺ നമ്പറൊക്കെ ട്രേസ് ചെയ്തിട്ടാണ് പോലീസ് ഈ ചെറുപ്പക്കാരെ പിടിച്ചത്. അപ്പം ഇപ്പം ഈ പറയുന്ന നമ്മൾ ഈ കൊലപാതക കേസിൽ പെട്ടിട്ടുള്ള ആളുകളാണെങ്കിലും, അതല്ലെങ്കിൽ വീട്ടുകാരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആളുകളാണെങ്കിലും, അതല്ലെങ്കിൽ സെൽഫായിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിലും, വീട്ടിലൊരു വയലൻറ്റ് മോഡിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും ആദ്യമായിട്ട് ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഒരുമിച്ച് ഉപയോഗിച്ചിട്ടുള്ള ആളുകളല്ല. നമ്മുടെ നാട്ടിലൊരു ഉത്സവത്തിന് അല്ലെങ്കിൽ സ്കൂളിലൊരു സെൻഡ് ഓഫ് ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ഒരു ടൂറിന് പോയപ്പോൾ ആ കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ, കാരണം ഇവർക്ക് നല്ല പേടിയാണ്. ഇപ്പോൾ ലിക്കർ ഉപയോഗിക്കുകയാണെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്കറിയാതെ അത്ര സുഖകരമായിട്ടുള്ള ഒരു പരിപാടി ആണോ? അല്ല. കാരണം ലിക്കറിൻ്റെ ടേസ്റ്റ് ഉപയോഗിച്ച് നോക്കിയവർക്കറിയാം, അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ നമുക്കറിയാം, അല്ലേ? അതുപോലെ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ള ആൾ കാണിക്കുന്ന വിഭ്രാന്തിയൊക്കെ ഒരു തവണയെങ്കിലും നമ്മുടെ മക്കളൊക്കെ TV-യിലോ സിനിമയിലോ ഒക്കെ കണ്ടിട്ടുണ്ട്, അല്ലേ? ഇത് ഉപയോഗിച്ച ആളുകളെ നിരന്തരം പോലീസ് പിടിച്ച് വിലങ്ങ് വെച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വാർത്തകൾ നമ്മുടെ മക്കളും എന്ത് ചെയ്തിട്ടുണ്ട്? വായിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പിന്നെയും ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ഈ സാധനം ഉപയോഗിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന സാഹചര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. 90% അതിൻ്റെ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. ഇപ്പം നമ്മളിൽ തന്നെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളുകൾ ജീവിതത്തിൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ, മദ്യപിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം, ഉണ്ടാവാം. 90% നമ്മളോട് തന്നെ ചോദിക്കുക, ഒരു സുപ്രഭാതത്തിൽ നമ്മളോട് തീരുമാനിച്ചു ഇന്ന് ബീവറേജിൽ അല്ലെങ്കിൽ ബാറിൽ പോയിട്ട് മദ്യം മേടിച്ച് കുടിക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ ആരും ഉണ്ടാവില്ല. 90% ഫ്രണ്ട്സ് വിളിച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മുടെ കുട്ടികളുടെ തലമുറ വന്നപ്പോൾ അവർക്ക് പരീക്ഷിക്കാനായിട്ട് നൂതനമായിട്ടുള്ള സാധനങ്ങൾ കിട്ടി തുടങ്ങി. പിന്നെ നമ്മൾ പറയും പുതിയ തലമുറ മൊത്തം പ്രശ്നക്കാരാണ്, അല്ലേ? പുതിയ തലമുറയിലെ കുട്ടികൾ നമ്മളൊന്നും ചിന്തിക്കുന്ന പോലെയല്ല. എന്നാൽ ഞാൻ പറയുന്നത് നേരെ തിരിച്ചാണ്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് നമ്മളെക്കാട്ടിലും കൂടുതൽ അവർ നല്ല ഇൻ്റലിജൻ്റ് ആണ്. പിന്നെ സമഭാവനയോടുകൂടി മറ്റുള്ള ആളുകളെ കാണാനുള്ളൊരു മനസ്സുണ്ട്. പക്ഷെ ആ മനസ്സൊക്കെ ഞാൻ പറഞ്ഞവരുണ്ടാക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ രാഷ്ട്രീയ യുവജന സംഘടനകൾക്കും ശാസ്ത്ര സാഹിത്യ പരിഷത്തിനൊക്കെ നല്ല പങ്കുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, പണ്ടൊരു ആൾ, ഒരു പൊക്കം കുറഞ്ഞ ആൾ നമ്മുടെ നാട്ടിലൊരു സ്റ്റേജിലേക്ക് നടന്നു വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കും, അല്ലേ? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഹൈറ്റ് കുറഞ്ഞ ഒരാൾ നടന്നു പോകുമ്പോൾ അറിയാതൊരു ചിരി ആളുകളുടെ ഭാഗത്തുനിന്ന് വരിക. എനിക്ക് ഏകദേശം ഒരു 79-80 കാലഘട്ടം മുതൽ ശ്രീ അബ്ദുള്ള അറിയാം. കാരണം പണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. എനിക്കറിയാവുന്ന ജോസുണ്ട്, എരുപ്പട്ടി ഫ്രാൻസിസ്, അബ്ദുള്ള, ദീപക്, അങ്ങനെ ഒരുപാട് പേരുണ്ട് ആ കാലഘട്ടത്തിലായിരുന്നു.
പിന്നീട് ഞാൻ സർവീസ് വരുന്നത് 82-ലാണ്. അതിന് ശേഷമാണ് അബ്ദുള്ള സർവീസ് വരുന്നത്. അപ്പോൾ ആ കാലം മുതലുള്ള വലിയ അടുപ്പം അബ്ദുള്ളയായിട്ടുണ്ട്. മാത്രമല്ല അബ്ദുള്ളയുടെ ഒരു പറയാൻ ഉദ്ദേശിച്ച കാര്യം വളരെ ശക്തമായി തുറന്നു പറയാൻ തന്നെയാണ്. അത് മുമ്പിൽ ആരിയിരിക്കുന്നു ആരിയിരിക്കുന്നില്ല, അതൊന്നും മുമ്പിൽ പ്രശ്നമല്ല. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക, ചീത്ത പറയുന്നിടത്ത് ചീത്ത പറയുക, ശാസിക്കേണ്ടടുത്ത് ശാസിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് ശ്രീ അബ്ദുള്ള. എനിക്ക് ഒരു ഓർമ്മയുണ്ട്, എൻ്റെ നാട്ടിൽ ദേശമംഗലത്ത് അവിടെ പുള്ളി ജോലി ചെയ്യുന്ന കാലത്ത് ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ടായിരുന്നു. ആ ക്ലബിൻ്റെ പേര് നേരത്തെ റിക്രിയേഷൻ ക്ലബ്ബ് എന്നാണ്. പക്ഷേ ആ പുള്ളി വന്ന് പറഞ്ഞു, ഇങ്ങനത്തെ പേരൊന്നല്ല ക്ലബിന് വേണ്ട, ക്ലബിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റി പുതിയൊരു പേരാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് നിർദ്ദേശിച്ചൊരു പേരാണ് കസാക്ക് എന്നാണ്. കസാക്ക്, CASAC എന്ന് പറഞ്ഞാൽ കോൺവെർട്ട് AKG സ്മാരക ആർട്സ് ക്ലബ് എന്നാണ് അതിൻ്റെ പേര്. ആ പേര് സ്ഥാപിക്കുകയും ഞാൻ അവിടെ നിന്ന് മാറുന്നത് വരെ ആ ക്ലബിൻ്റെ പ്രവർത്തനമായി വളരെ സജീവമായി മുന്നോട്ട് വരുന്നു. ഒരു നാമകരണം, ഒരു പേരിൻ്റെ നാമകരണം പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ AKG കുറിച്ച് നിങ്ങൾക്ക് അറിയാം, വളരെ വളരെ കാലം നമ്മുടെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും സാധാരണക്കാരോട് പ്രവർത്തിച്ച ഒരു മഹാനായ വ്യക്തിയാണ് AKG. അതുകൊണ്ടാണ് AKGയുടെ പേര് കൊടുക്കാൻ കസാക്ക് എന്ന പേര് പുള്ളി നിർദ്ദേശിച്ചത്. പിന്നെ അതുപോലൊരു അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പരിഷത്തിൻ്റെ ഒരു ക്യാമ്പ് 82 വരവൂർ വെച്ച് നടക്കണ്ടായി. അത് നിങ്ങൾക്കറിയാം, പുകയേൽക്കാത്ത അടുപ്പ്, ആ അടുപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന ക്യാമ്പായിരുന്നു ഒരാഴ്ചക്കാലം. ആ ക്യാമ്പിൻ്റെ ജനറൽ കൺവീനർ ഞാനായിരുന്നു. ആ സമയത്ത് എന്നെ സഹായിക്കാൻ കിട്ടുന്ന ഒരാളെന്ന് പറയുന്നത് അബ്ദുള്ള മാത്രമാണ്. എല്ലാവരും ഉണ്ടാവും, ഇല്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ എൻ്റെ കൂടെ സന്തതമായി കൂടെ ഉണ്ടാകുന്നത് അബ്ദുള്ളയായിരുന്നു. ആ അബ്ദുള്ളയുടെ പലപ്പോഴും നമുക്ക് പല വീടുകളിൽ പോകുമ്പോൾ പല അനുഭവങ്ങൾ, ഇപ്പം എന്ന് പറയുന്നത് സാമ്പത്തികമായി നമ്മുടെ ഇതിലിപ്പോൾ പൈസ ഉണ്ടാകില്ല, പുസ്തകം കൊടുത്ത് കിട്ടുന്ന പൈസയാണ് സാധാരണ പരിഷത്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ അങ്ങനെയുള്ള സഹായങ്ങളാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ക്യാമ്പ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാതെ വന്നാൽ സാധനങ്ങൾ സമാഹരിക്കുക, അരിയായിട്ടും പച്ചക്കറിയായിട്ടും മറ്റു സാധനങ്ങളൊക്കെ സമാഹരിക്കും. അങ്ങനെ പോകുമ്പോൾ പല വീടുകളിൽ നിന്നും നമുക്ക് അനുകൂലമായ ഒരു മുൻഗണന കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികം എനിക്ക് പ്രയാസം തോന്നാറുണ്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അബ്ദുള്ള അങ്ങനെയല്ല. അബ്ദുള്ള പോയ പണിയാവട്ടെ എന്ന് പറയും. ആ മട്ടിലെ പ്രതികരിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് അടുത്ത വീട്ടിലേക്ക് പോകുക, എൻ്റെ അടുത്ത വീട്ടിലേക്ക് പോവുക എന്ന രീതിയിലേക്ക് പോവുകയും ആളുകളെ കാണാൻ ശ്രമിക്കുകയും ആ ക്യാമ്പ് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഒരു കാലഘട്ടമാണത്. 82-ലാണ്, ഒന്ന് ആലോചിച്ച് നോക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, എനിക്ക് തോന്നുന്നത് ഈ 2002 പണിമുടക്ക് കാലം, ഒരു 5 വർഷക്കാലം നമ്മൾ ഏകദേശം നിരന്തരമായ പണിമുടക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ ഹാജിറൊക്കെ അറിയാം, നമ്മുടെ ഡൽഹിക്ക് അറിയാവർക്കൊക്കെ അറിയാം. നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചു വെച്ചൊരു കാലഘട്ടമായിരുന്നു 2002. ആ കാലഘട്ടത്തിൽ അതുവരെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അബ്ദുള്ള സംഘടനാ രംഗത്ത് അത്ര സജീവമല്ല. പിടിച്ചാൽ ചിലപ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ വരും, അങ്ങനെയാണ്. പക്ഷേ 2002 ആ പണിമുടക്ക് ആരംഭിച്ച ഘട്ടത്തിൽ 32 ദിവസം പണിമുടക്കി. ആ പണിമുടക്ക് കാലത്ത് സ്ഥിരമായി പുറത്തു വരികയും നമ്മുടെ കൂടെ നിൽക്കുകയും മുദ്രാവാക്യം വിളിക്കുന്നതാണ്. സാധാരണ കേശവണ്ണ ഇല്ലെങ്കിൽ അറിയാം, കേശവണ്ണ അറിയാൻ പറ്റില്ലേ? കേശവണ്ണൊക്കെ സാധാരണ മുദ്രാവാക്യം എക്സ്പെർട്ടാണ്, പറഞ്ഞു കൊടുക്കണ്ട. അതേപോലെ നമ്മൾ പറയാതെ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജാഥ നയിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി ഇടപെട്ട ആളാണ്. ഞാനൊരു നല്ല സംഘടനാ പ്രവർത്തനം കണ്ടത് ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് നമുക്കറിയാം ഇങ്ങനെ രംഗത്ത് വരുന്ന ആളാണെന്നുള്ളത്. പലപ്പോഴും നമ്മൾ വിളിച്ചാൽ വരാൻ പറയും, പക്ഷെ വരില്ല. അതുപോലെ കോടതിക്കകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ കൂടെ നിൽക്കുകയും നമുക്ക് വേണ്ട സഹായങ്ങളും ഇയാൾ ചെയ്തിരുന്നു. മാത്രമല്ല പലപ്പോഴും നമ്മുടെ യോഗങ്ങൾ വരും, കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല, അങ്ങനെ സംസാരിച്ചാൽ തന്നെ കോടതി ഇടപെടും. അപ്പോൾ ആദ്യം അബ്ദുള്ള ജി അവിടെ ചെന്നിട്ട് പറയും വൈസറിനോട്, ഒരു പ്രശ്നം ഉണ്ടാക്കരുതട്ടോ, ഞങ്ങളുടെ യോഗമുണ്ട് എന്ന് പറയുകയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടാണ് പലപ്പോഴും നമ്മൾ താലൂക്കിൻ്റെ മുമ്പിൽ യോഗം നടത്താറ്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഘടനാ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനാവട്ടെ, ശാസ്ത്രജ്ഞ പ്രശ്നനാവട്ടെ, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥശാല പ്രവർത്തകനാവട്ടെ, ഒരു ഇടപെടേണ്ട ഘട്ടം വരുമ്പോൾ എങ്ങനെ ഇടപെടണം എന്ന് വളരെ വ്യക്തമായി കാണിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അബ്ദുള്ള. എന്നാണ് അത് പറയാൻ കാരണം. ഇപ്പോൾ നമുക്കറിയാം ലൈബ്രറിയുടെ, ഇപ്പോൾ ഈ ലൈബ്രറി സ്മാരക ലൈബ്രറി എന്ന് പറയുന്നത് പുള്ളിയുടെ ആത്മാവും ജീവാത്മാവും പോലെയാണ്. അത്ര വളരെ പ്രധാനപ്പെട്ടുകൊണ്ടിരുന്ന ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ഭാരവാഹികളായിരുന്നു. ഞാൻ പ്രസിഡൻറ്റും പുള്ളി വൈസ് പ്രസിഡൻ്റായിരുന്നു. പക്ഷേ അധികാരം നീണ്ടുപോയില്ല. അപ്പോൾ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വരുന്ന ചർച്ചകൾ, ഓരോ ഗ്രന്ഥശാലയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഇടപെടേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് വളരെ ദീർഘപ്രശ്നമായി ചർച്ച ചെയ്യാനും ഒപ്പം തന്നെ അത് പരിഹരിക്കാനും വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഏർപ്പെടുന്ന ഒരാളായിരുന്നു അബ്ദുള്ള. ഈ അബ്ദുയ്ക്കും ഞങ്ങളൊക്കെ തന്നെ അന്ന് പോകുമ്പോൾ ബസ് കയറി പോയി ഇറങ്ങുന്നത് ഗോപാലേട്ടൻ്റെ വീട് അവിടെ ദേശമംഗലം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്താണ്. അവിടെ ഒരു C ഉണ്ണികൃഷ്ണനൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിന് ഏകദേശം ഒരു 10-25 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്തിട്ട് പോകും. അന്നൊക്കെ അബ്ദുയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ആ കാലത്തുള്ള അനുഭവമാണ് ശരിക്കും ഗോപാലേട്ടൻ ഇവിടെ ഷെയർ ചെയ്ത് എന്താ
പുസ്തകം ഓരോ വീട്ടിൽ എത്തിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ പുസ്തകം എത്തിക്കൂ, കുട്ടികൾക്ക് വോളിബോൾ കളിക്കാനുള്ളത്, ഫുട്ബോൾ കളിക്കാനുള്ള ഇടങ്ങൾ തിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അനുസ്മരണങ്ങൾ പോകുന്നത്. അപ്പോൾ അബ്ദുക്കയോട് പറയുക, അബ്ദുക്ക ചെയ്ത കാര്യങ്ങളെ, അബ്ദുക്കയുടെ അപദാനങ്ങളെ വാഴ്ത്തുമ്പോൾ അദ്ദേഹം ഇവിടെ ഇട്ടുപോയ, നമ്മളോട് പറഞ്ഞു പോയ കാര്യങ്ങളെ സാർത്ഥകമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പോവുക, അതോടൊപ്പം ചേരുക, അതിന് നേതൃത്വം കൊടുക്കുക, നമ്മളാവുന്നത് ചെയ്യുക എന്നുള്ളതാണ്. അതിലെല്ലാവരും പങ്കാളികളെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അനുസ്മരണത്തിൽ പങ്കെടുത്ത് എല്ലാവരെയും ഈ കാര്യങ്ങളിൽ, തുടർന്നുള്ള കാര്യങ്ങളിലും കൂടെ നിങ്ങളുടെ എല്ലാവരും ശ്രദ്ധയും ജാഗ്രതയും നമ്മൾ സാമൂഹ്യ വിപത്തിനെ നേരിടാനുള്ള കാര്യത്തിലും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കും. ഇന്ന് നമ്മുടെ അബ്ദുള്ളക്കയുടെ 4ാമത് അനുസ്മരണ ദിനമാണ്. നമ്മുടെ വായനശാല സ്ഥാപിച്ച നമ്മുടെ അബ്ദുക്ക, അപ്പോൾ ഞാനൊക്കെ ഇവിടെ നന്ദി പറയാൻ നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഞങ്ങൾ അബ്ദുക്കേനെ ഉള്ള എന്നാണ് വിളിക്കുന്നത്, ഉള്ളയാണ്. 2003 ഈ വായനശാല സ്ഥാപിക്കുന്നത്. അന്ന് ഇത് ആര്യമ്പാടത്ത് നമ്മുടെ ഇന്നത്തെ സാജി മെഡിക്കൽസിൻ്റെ മുകളിലായിരുന്നു തുടങ്ങിയത്. അപ്പോൾ അന്ന് ഈ വാടക കൊടുക്കാനൊന്നുമില്ല. അന്നത്തെ ഈ ചെറിയ പൈസയൊക്കെ വെച്ചിട്ടാണ് നാളെ വീടുകളിലൊക്കെ ഇറങ്ങി നടന്ന് പുസ്തകങ്ങളൊക്കെ കുട്ടികളെയൊക്കെ കൂട്ടിച്ചേർത്ത് 1600 പുസ്തകം വേണം ഒരു വായനശാല തുടങ്ങുന്നതിന്. അപ്പം പൈസ കൊടുത്ത് പുസ്തകം മേടിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അവിടുത്തെ കുട്ടികളെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് വീടുകളിലൊക്കെ ഇറങ്ങി ഒരു 1600 പുസ്തകം സംഘടിപ്പിച്ചിട്ടാണ് അന്ന് സാജ് മെഡിക്കൽസിൻ്റെ മുകളിൽ ഈ വായനശാല ആരംഭിക്കുന്നത്. അപ്പോൾ വാടക കൊടുക്കാണ്ടായി, 4 മാസം വാടക കൊടുക്കാണ്ടായപ്പോൾ അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും ഇറങ്ങിപ്പോക്കോളാൻ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മുടെ മമ്മൂട്ടിക്കാട് ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയുടെ മുന്നിലുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു പിന്നെ കുറച്ച് കാലം വായനശാല പ്രവർത്തിച്ചത്. അവിടെയും ഇതേ പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് മാറി നമ്മുടെ പാർട്ടി ഓഫീസിൻ്റെ മുന്നിലുള്ള റൂമിലേക്കാണ് പിന്നെ വായനശാല പോയത്. അപ്പോൾ അവിടേക്ക് സെൻറ്റർ ആയതുകൊണ്ടും നമുക്ക് ഈ വാടക അധികമായതുകൊണ്ടും വായനശാല അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ വീണ്ടും ആലോചിച്ചപ്പോഴാണ് ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് മാഷിൻ്റെ ഇങ്ങനൊരു ബിൽഡിംഗ് എടുക്കുന്നത്. അന്ന് ആർക്കും വേണ്ട ബിൽഡിംഗ്, 3 റൂമുണ്ട്. അപ്പോൾ അന്ന് പോയി ചോദിച്ചപ്പോൾ 400 രൂപ വാടക കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വായനശാല ഇവിടേക്ക് മാറുന്നത്. അപ്പോൾ ഈ മാറുന്ന സമയത്തൊക്കെ ഈ എന്താ പറയുക, കുട്ടികളെയും കൊണ്ട് ഈ പുസ്തകങ്ങളും കൈപിടിച്ച് നടക്കുന്നതൊക്കെ ഇപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഇതിൻ്റെ സെക്രട്ടറി സ്ഥാനത്തില്ല. 2007 ഞാൻ ഇതിൻ്റെ സെക്രട്ടറി ആവുന്നത്. അപ്പോൾ അന്ന് ഞാൻ ആവുന്ന സമയത്ത് വായനശാല ഇവിടെ ആയിരുന്നു, ഈ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തായിരുന്നു. പിന്നെ നമുക്ക് സ്ഥിരമായൊരു സംവിധാനം വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ തൊട്ടപ്പുറത്ത്, അത് സ്ഥലം ആരുടേതാണെന്ന് വ്യക്തമായിട്ട് രേഖകളൊന്നുമില്ല. അപ്പോൾ അന്ന് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ സ്ഥലം നമ്മുടെയാണ്, ഇനിയിപ്പോൾ ആരോടും ചോദിക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവിടെ തറമണി തുടങ്ങി. തറമണി പകുതി ആയപ്പോഴാണ് പോലീസുകാർ വന്നു, കേസ് വന്നു. അവസാനം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ വന്നു, ഇനി പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടുന്നു പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ നിർത്തിവെച്ചു. ഒരു തറമണി ഏകദേശം കഴിഞ്ഞ് മണ്ണൊക്കെ ഇട്ടത് അങ്ങനെ നിർത്തിവെച്ചു. പിന്നെ ഒരു 6 മാസം അങ്ങനെ അനങ്ങാതിരുന്നു. വീണ്ടും അവിടെ പോയി കേസൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ വീണ്ടും അവിടെ പോയി വീണ്ടും കെട്ടിപ്പൊക്കി തുടങ്ങി. അങ്ങനെ ഒരു ലിൻഡിൽ ഉയരം വന്നപ്പോൾ വീണ്ടും ഒരുപാട് പരാതികൾ ചെല്ലുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. നമ്മളോട് ഇഷ്ടമില്ലാത്ത കുറേ ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വീണ്ടും പരാതികൾ ചെന്ന് ആ വായനശാല വീണ്ടും ഒരു ലിൻഡിൽ ഉയരമായപ്പോൾ വീണ്ടും അത് നിർത്തിവെക്കാമെന്ന് പറഞ്ഞു. കേസെടുക്കും, അറസ്റ്റ് ചെയ്തും കൊണ്ടിടും, ജയിലിൽ കൊണ്ടിടും എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് തൊട്ടിപ്പുറത്ത് നമ്മുടെ അങ്കമാടി പണിയുന്നത്. അപ്പോൾ അങ്കമാടി പണിയുന്നതും ഏകദേശം ഇതുമായുള്ള സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ വിവരാവകാശം വെച്ചിട്ട് ചോദിച്ചു, അങ്കമാടി പണിയുന്ന സ്ഥലം ഏതെങ്കിലും തരത്തിൽ അനുമതി ഉള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ഥലം ആരുടേതാണെന്ന് വ്യക്തമല്ല എന്നുള്ളൊരു മറുപടിയാണ് ഇറിഗേഷനിൽ നിന്ന് വന്നത്. അതിൻ്റെ ബേസിലാണ് പിന്നെ പറഞ്ഞു ഇനി ഒന്നും നോക്കാനില്ല, ഇത് വായനശാല ഇവിടെ സ്റ്റോപ്പ് മെമ്മോ നൽകുകയാണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള അങ്കമാടിയും നിർത്തേണ്ടി വരും എന്നുള്ള രീതിയിൽ അന്ന് AC മൊയ്തീനാണ് MLA ഉണ്ടായിരുന്നത്. അങ്ങനെ ഇടപെടലൂടെയാണ് നമ്മുടെ വായനശാല ഇന്ന് കാണുന്ന രീതിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിതാന്തമായ ഒരുപാട് പരിശ്രമങ്ങൾ അതിന് പിന്നിലുണ്ട്. അന്ന് ഈ വായനശാല പണിയുന്ന സമയത്തും 1 രൂപ പോലും ഫണ്ട് കിട്ടിയിട്ടല്ല നമ്മൾ വായനശാല പണിതിട്ടുള്ളത്. അപ്പോൾ അന്ന് ഇതേമാതിരി നാട്ടുകാരെല്ലാവരും നമ്മൾ കാലത്ത് ഒരു പണി നടക്കുന്ന സമയത്ത് ഉണ്ടാവും. ഞാൻ ചെന്ന് ഉള്ളയുടെ അടുത്ത് ചോദിക്കും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇപ്പോൾ കട്ടയില്ല, അപ്പോൾ കട്ട ആരാണ് തരുന്നത്, അവിടെ ചെന്ന് പോയി പറയും കാശൊക്കെ ഞാൻ തരാടാ പിന്നെ തരാം എന്ന് പറഞ്ഞിട്ട് കട്ട കൊണ്ടുവരും, സിമെൻറ്റ് കൊണ്ടുവരും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പണിത് കെട്ടിപ്പൊക്കിയതാണ് നമ്മുടെ ഇന്ന് കാണുന്ന EKN ഗ്രന്ഥശാല എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ അതിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരു 4 വർഷമായിരുന്നൊന്നും അദ്ദേഹം മരിച്ചിട്ട് തോന്നുന്നില്ല. കാരണം അത്രയും കാലം ഈ വായനശാല കൊണ്ടു നടക്കാൻ വേണ്ടി ഒപ്പം നിന്ന് പ്രവർത്തിച്ച് ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ആ ഓർമ്മകൾക്കൊന്നും ഒരു 4 വർഷമായി എന്നുള്ളൊരു തോന്നലില്ല.
പിന്നെ അദ്ദേഹം അവസാന കാലത്താണ് അതിൻ്റെ പ്രസിഡൻ്റ് ആവുന്നത്. അപ്പോൾ അത് പ്രസിഡൻ്റായിട്ട് ഒരുപാട് കാലം ഇരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ കുറച്ച് കാലമാണ് അതിൻ്റെ പ്രസിഡൻ്റായത്. ഏകദേശം ഒരു 6 മാസക്കാലം 8 മാസക്കാലൊക്കെയാണ് പ്രസിഡൻ്റായി ഇരുന്നത്. എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വായനശാലയുടെ അംഗങ്ങൾ ഇതിനു വേണ്ടി നമ്മളോടൊപ്പം നിന്ന് 2 ദിവസമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വായനശാലയുടെ എല്ലാ അംഗങ്ങളെയും, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എല്ലാ അംഗങ്ങളെയും, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേരെയും നാട്ടുകാരെയും ഈ പരിപാടിക്ക് വേണ്ടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.